ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് വളരെ മോശമായി ചിത്രീകരിക്കാൻ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ ലോകവേദിയിലേക്ക് ചെല്ലുമ്പോൾ മോദിക്ക് എത്ര വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇസ്രയേലിലേക്ക് ചെല്ലുന്ന മോദിയെ സ്വീകരിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഒരു രാജകീയമായ സ്വീകരണം കിട്ടുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ പാർലമെൻറ്റിൽ സംസാരിക്കാനായിട്ട് പോകുമ്പോൾ 150 കോടിയോളം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഹീറോയാണ് ഈ നിൽക്കുന്നത്. ഈ ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഭരണാധികാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മോദിയെ വല്ലാതെ പുകഴ്ത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇസ്രയേലുമായിട്ട് നമുക്ക് ഇത്രയും നല്ല ബന്ധമുണ്ടായത്. മാത്രമല്ല, രണ്ടാമത്തെ തവണയാണ് ഇസ്രയേലിലേക്ക് പ്രധാനമന്ത്രി ചെല്ലുന്നത്. അമേരിക്കയെ എങ്ങനെയാണോ ഇസ്രായേൽ കാണുന്നത്, റഷ്യ എങ്ങനെയാണോ ഇസ്രായേൽ കാണുന്നത്, ചൈന എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെയാണ് ഇന്ത്യയും കാണുന്നത്. ഇന്നലത്തെ ആ ഒരു മീറ്റിങ്ങിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ടും നമ്മുടെ നാട്ടിലെ കുറേ അധികം ആളുകൾ എന്തിനാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഈ മുമ്പൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ കുറേ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ലാറ്റിൻ പദപ്രയോഗം കാണുമായിരുന്നു. വെനി വിധി വിജി എന്നാണ്. എന്ന് പറഞ്ഞാൽ വന്നു കണ്ടു കീഴടക്കി എന്നാണ്. അത് വലിയ ചക്രവർത്തിമാരെയൊക്കെ പറ്റി പറയുന്ന ഒരു വാചകമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ മോദി ഇസ്രയേലിൽ പോയപ്പോഴും ചെന്നു കണ്ടു കീഴടക്കി എന്ന് പറയാവുന്ന വിധത്തിലായിരുന്നു അത്. അതായത് ഈ പറഞ്ഞ പോലെ സ്വീകരണമൊക്കെ സ്വാഭാവികമായിട്ടും ഉള്ളതാണല്ലോ. നെതന്യാഹുവിന്റെ ഭാര്യ സാറ വരുന്നുണ്ട്. സാറ എന്ത് വേഷമാണ് ധരിച്ചിരുന്നത്? കാവിയായിരുന്നു. അപ്പോ ആ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മോദിയുടെ പോക്കറ്റിൽ കാവി നിറമുള്ള ഒരു സംഭവം ഉണ്ട്. അപ്പോ ഇത് കാണിച്ചു കൊടുത്തിട്ട് രണ്ടും ഒരുപോലെയാണെന്നുള്ളത് പറയുന്നുണ്ട് നെതന്യാഹു. അപ്പൊ മോദി പറയുന്നുണ്ട് യെസ് ഇറ്റ് ഈസ് സാഫ്രൻ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ തുടക്കം തന്നെ ഒരു വലിയ അല്ലേ, വലിയൊരു സന്തോഷത്തിൽ ആണിത് തുടങ്ങുന്നത്. പാർലമെന്റിൽ നമ്മൾ ഓർക്കേണ്ടത്, ഇതിനു മുമ്പ് പാർലമെന്റിന് നെസറ്റ് എന്നാണ് പറയുന്നത്. ആ വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈജിപ്തില് റിസോർട്ടില് ചർച്ച നടക്കുന്നുണ്ടല്ലോ. അപ്പോ അതിനു മുമ്പ് നെസറ്റിൽ സംസാരിക്കുന്നുണ്ട് ട്രംപിന് നെസറ്റിൽ എന്തായിരുന്നു സ്വീകരണം? ആ നെസറ്റിലുള്ള ചില ഇടതുപക്ഷ അംഗങ്ങൾ ട്രംപിന് കൂവി. ഒട്ടും സുഖകരം അല്ലാത്ത സാഹചര്യം. ഷറമൽ ഷെയ്ഖിൽ വെച്ചിട്ടായിരുന്നല്ലോ വെടിനിർത്തൽ ചർച്ചകളൊക്കെ നടന്നത് ഈജിപ്തില്. അതിനു മുമ്പാണ് നെസറ്റില് ട്രംപിന്റെ പ്രസംഗമൊക്കെ നടന്നത്. അത് കൂവലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കണ്ടത് എന്താണെന്നറിയാമോ? ആ മോദി പ്രസംഗിച്ച ശേഷം കയ്യടി, നിലയ്ക്കാത്ത കയ്യടി. ഇതിനൊരു പരിധിയൊക്കെ ഇല്ലേ? ഇത് ഒരു ഘട്ടത്തിൽ ഇത് നിൽക്കണ്ടേ? ഇത് ഇങ്ങനെ നിൽക്കുന്നില്ല, കൈയടിച്ചുകൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞ് മോദിക്ക് ആ നെസറ്റിൽ നിന്ന് ഉടനെ ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എല്ലാവരും വളഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹ പ്രകടനങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് നമ്മൾ ചെയ്തത്. ആ പ്രസംഗത്തില് നെതന്യാഹു പറഞ്ഞത് എന്താണ് അല്ലേ? സുഹൃത്ത് മാത്രമല്ല സഹോദരനാണ് നരേന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ? നരേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോ നമ്മള് ആദ്യം ഓർക്കുന്നത് വിവേകാനന്ദനെയല്ലേ അല്ലേ? അദ്ദേഹം ഷിക്കാഗോ പ്രസംഗം കൊണ്ട് ലോകം കീഴടക്കി. എത്രയോ ലോകരാജ്യങ്ങളിലെ പ്രസംഗങ്ങൾ കൊണ്ടാണ് ലോകം മോദി കീഴടക്കിയിരിക്കുന്നത്. ഒരു വലിയ ഗംഭീര പ്രഭാഷകനോ അങ്ങനെയൊന്നും മോദിയെ പറ്റി നമുക്ക് പറയാനില്ലല്ലോ ഇല്ലേ? ഗാന്ധിയെ പറ്റിയും, ഗാന്ധിയുടെ ശബ്ദമൊക്കെ വളരെ ഫീബിൾ അല്ലായിരുന്നു. ഗാന്ധി ലോകത്തിന് കീഴടക്കിയ ഒരു രീതികളുണ്ടല്ലോ. അതാണ് സത്യത്തിൽ കീഴടക്കുന്നത്. എങ്ങനെയാണ് സിനിജി? ആളുകൾക്ക് പെട്ടെന്ന് ഈ ഓണസ്റ്റി, സത്യസന്ധത, ആത്മാർത്ഥത, ഇത് ഹൃദയം ഒരാളുടെ, ഇത് കാപട്യമല്ല, ഇത് അല്ലേ? ഈ മനുഷ്യൻ കപട വേഷധാരിയല്ല, ഇത് അല്ലേ? യഥാർത്ഥ മനുഷ്യത്വം നിറഞ്ഞു തുളുമ്പുന്ന ഒരാളാണെന്നുള്ളത് അവർക്ക് തോന്നും, അവരുടെ ഹൃദയങ്ങളെ തൊടും. അങ്ങനെ ഹൃദയങ്ങളെ തൊടുമ്പോഴാണ് ഇങ്ങനത്തെ
വരവേൽപ്പ് കിട്ടുന്നത്. അപ്പൊ അത് പറഞ്ഞു, നമ്മളുടെ ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരം ഇരട്ടിച്ചു, പിന്നെ 3 ഇരട്ടിയായി, 4 ഇരട്ടിയായി, ഈ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇതിന് മുമ്പ് 2017 ചെന്നിരുന്നല്ലോ. അന്ന് ഇവര് മറ്റേ മെഡിറ്ററേനിയൻ തീരത്ത് രണ്ടുപേരും കൂടി സഞ്ചരിച്ച കാര്യം നെതന്യാഹു ഓർത്തു. എന്നിട്ട് ഓർത്തിട്ട് നെതന്യാഹു പറഞ്ഞു, ഞാൻ മോദിയോട് ചോദിച്ചു, നമുക്ക് ഈ ഷൂ അഴിച്ചു വെച്ചിട്ട് നമുക്ക് കടലിലേക്ക് ചാടിയാലോ എന്ന്, എന്നിട്ട് ഒന്നിച്ച് നീന്തിയാലോ എന്നൊക്കെ ചോദിച്ച കാര്യമൊക്കെ നെതന്യാഹു ഓർത്തു. മോദി മറുപടി പ്രസംഗത്തില് മറ്റേ ഹമാസ് അവിടെ ഒക്ടോബർ 7-ാം തീയതി നടത്തിയ ഭീകരത ഓർമ്മിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഭീകരത ഇന്ത്യയും ഭീകരതയുടെ ഇരയാണ് എന്ന് മോദി ഓർമ്മിച്ചു. ശരിയാണല്ലോ. മോദിയെ പറ്റി ധാരാളം ആരോപണങ്ങൾ ആളുകൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് പറയുമെങ്കിലും ഗോത്ര ട്രെയിനിലെ അക്രമം കഴിഞ്ഞിട്ടല്ലേ ബാക്കിയെല്ലാം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ പോലെയല്ലേ ഒക്ടോബർ 7 ആദ്യം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടില്ലേ ഈ ഗാസയിലെ ആക്രമണം. മോദി എന്തുകൊണ്ട് ഗാസയിലെ കൂട്ടക്കുരുതിയെ പറ്റി പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരോട് ഇതല്ലേ പറയാനുള്ളത്. ഒക്ടോബർ 7 ആദ്യം ആക്രമിക്കുന്നത്. തുരങ്കം ഉണ്ടാക്കി 1200 പേരെ കൊല്ലുകയല്ലേ ഇതിന്റെ അകത്ത്. കുട്ടികളെയും ഒക്കെ സ്ത്രീകളെയും ഒക്കെ കൊല്ലുന്നില്ലേ. വേറെ രാജ്യത്ത് നിന്ന് ഇറാന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ലേ ഈ സുന്നി സംഘടനയായ ഭീകര സംഘടനയായ ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ചെയ്യുന്നത്. അപ്പൊ ആ കാര്യം അദ്ദേഹം മറ്റേ പ്രസംഗത്തിൽ ഓർമ്മിക്കുകയുണ്ടായി. മറ്റേ തുല്യ ദുഃഖിതരാണ് ഭീകരതയുടെ കാര്യത്തിൽ എന്നുള്ളതും ഇല്ലേ. ഇസ്ലാമിക ഭീകരതയുടെ ഇരയല്ലേ നമ്മൾ. ആ മുംബൈ സ്ഫോടന പരമ്പരയുടെ അകത്ത് ജൂതന്മാർക്കെതിരെയും ആക്രമണം ഉണ്ടായില്ലേ. പിന്നെ രണ്ടുപേരും ഓർമ്മിച്ചൊരു കാര്യമുണ്ട്, രണ്ടും സിവിലൈസേഷണൽ കൺട്രീസ് ആണ് എന്ന് പറഞ്ഞാല് പ്രാചീന നാഗരികതകൾ ഉണ്ടായിരുന്നതാണ്. ആ പ്രാചീന നാഗരികത ഇസ്രയേലിനുണ്ട്, ജൂതന്മാർക്കുണ്ട് എന്നുള്ളതാണല്ലോ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ. ചുറ്റുമുള്ളവര് തുർക്കി, ഈജിപ്ത് തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 1967 6 Days വാറിലെ യുദ്ധം നടന്നു. അത് ഈജിപ്തും അറബ് രാജ്യങ്ങളും ജോർദാനും എല്ലാം കൂടി കൂട്ടമായിട്ട് ആക്രമിച്ചതാണ്. പക്ഷെ അന്നും ഈ ചെറിയ രാജ്യം 1948 മാത്രമുണ്ടായ രാജ്യം ചെറുത്തു നിന്നു, വിജയിച്ചു. അന്ന് കിട്ടിയതാണ് ഈ വെസ്റ്റ് ബാങ്ക്, ഈ ഗാസ, ഈ വക സ്ഥലങ്ങളൊക്കെ അന്ന് കിട്ടിയതാണ്. അപ്പൊ മോദി പ്രസംഗം തുടങ്ങിയത് എന്താണ്? ഇസ്രയേലിനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ച 1950 ആ 17-ാം തീയതിയാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞാണ് മോദി തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാചകത്തിൽ തന്നെ ഹൃദയത്തിൽ തൊടുകയാണ്. അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാം. ഇനി നമ്മൾ ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴും മറ്റേ രണ്ടുപേരും ഓർമ്മിച്ചൊരു കാര്യം, മറ്റേ അവിടുന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ വേട്ടയാടപ്പെട്ട ജനതയില്ലല്ലോ ജൂതന്മാരെ പോലെ. സ്പാനിഷ് പെർസിക്യൂഷൻ ഇല്ലേ, അവിടെ നിന്ന് തന്നെ ആട്ടിപ്പായിക്കപ്പെട്ടു, ഇസ്രയേലിൽ നിന്ന് തന്നെ. എന്നിട്ട് പല സ്ഥലത്തും ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇല്ലേ അഭയാർത്ഥികളായിട്ട് ജീവിച്ചു. പക്ഷെ ബുദ്ധിയുള്ളത് കൊണ്ട് വലിയ ബുദ്ധിമാന്മാരൊക്കെ ജൂത സമൂഹത്തിൽ നിന്നല്ലേ. അമേരിക്ക ശരിക്കും ഭരിക്കുന്നത് ജൂതന്മാരല്ലേ. ലോകത്തിലെ വലിയ ബാങ്കർമാര്, റോഡ്ഷൈൽഡ്സ് എന്നൊക്കെ പറയുന്നവര്, ഐൻസ്റ്റൈനെ പോലുള്ള ആളുകൾ ഇല്ലേ ഒക്കെ. അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു, ജൂതന്മാർ അങ്ങനെ പലായനം ചെയ്തപ്പോ ആ ജൂതന്മാരെയൊക്കെ ഏറ്റുവാങ്ങിയ ഒരു സ്ഥലമാണ് ഇന്ത്യ. ഇന്ത്യയിൽ എത്ര സ്ഥലത്താണ്? കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, കൊച്ചി ഇല്ലേ, ഇതൊക്കെ നമ്മൾ ഓർക്കുന്നതാണ്. ഇപ്പൊ തന്നെ ബനെ മാഷെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നിന്ന്, മണിപ്പൂരിൽ നിന്നൊക്കെ കുറെ ആളുകൾ പല ഘട്ടങ്ങളായിട്ട് എന്ന് പറഞ്ഞാല് ഈ ലോസ്റ്റ് ട്രൈബ്സ് എന്ന് പറയും, ഇസ്രയേലിൽ നിന്ന് കാണാതായ 10-12 ഗോത്ര വിഭാഗങ്ങളുണ്ട്. അതിലൊരു ഗോത്ര വിഭാഗം പലായനം ചെയ്ത് മണിപ്പൂരിലും ചുരാചന്ദ്പൂരിലും ഒക്കെ എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഗോത്ര വിഭാഗം ബനെ മനാഷെ പലപ്പോഴും ആ ഗോത്ര വിഭാഗങ്ങളിൽ ഉള്ളവര് തിരിച്ച് പോവാറുണ്ട് അങ്ങോട്ട്. ഇവിടെ നിന്നുള്ള കൊച്ചി ജൂതന്മാരും
അങ്ങോട്ട് പോയല്ലോ. എന്നിട്ട് അവരെയൊക്കെ അങ്ങോട്ട് അയക്കാൻ മുന്നിട്ട് നിന്ന് AB സേലം എന്ന് പറഞ്ഞ ജൂതൻ, ഇവിടെ മറ്റേ തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു സേലം, മഹാരാജാസ് കോളേജിലെ മുൻ വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു AB സേലം. സേലം റോഡൊക്കെ AB സേലം മാത്രം ഇവിടെ മരണം വരെ മട്ടാഞ്ചേരിയില് ജൂതത്തെരുവിൽ തന്നെ സേലം മാത്രം നിൽക്കുകയൊക്കെ ചെയ്തു. വലിയ കഥയാണ് ഈ ജൂതന്മാരുടെയൊക്കെ. സാർ, അതുപോലെ ഈ ഇസ്രായേലുമായിട്ട് നമുക്കുള്ള ബന്ധം വളരെ വലുതാണ്. ഇപ്പോൾ 1980-കളിൽ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പാകിസ്ഥാൻ ആണവ റിയാക്ടർ തുടങ്ങുന്ന സമയം അന്ന് ഇസ്രായേൽ ഇന്ത്യയോട് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇത് വന്ന് ആക്രമിച്ച് തകർത്തോളാം, നിങ്ങൾക്കും ദോഷമാണ് ഞങ്ങൾക്കും ദോഷമാണ്, ഞങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്ന് ഫ്യുവൽ നിറയ്ക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നാൽ മതി. പക്ഷേ 80 മുതൽ 84 വരെ ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ആ ഫയലിനകത്ത് യാതൊരു തീരുമാനവും എടുക്കാതിരുന്നത് കൊണ്ട് അല്ലേ പാകിസ്ഥാൻ കഹൂട്ട ആണവ നിലയം ഞങ്ങൾ ആക്രമിച്ച് തകർത്തോളാം, നിങ്ങൾ ഗുജറാത്തില് ജാംനഗറിലോ മറ്റോ ഞങ്ങൾക്ക് റീഫ്യൂവലിംഗ് ഫെസിലിറ്റി തന്നാൽ മതി, ഞങ്ങളുടെ പോർവിമാനങ്ങൾ വരുമല്ലോ, അതിന് ഇന്ധനം നിറച്ചു തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. അത് പറഞ്ഞത് 1982 ആ സമയത്താണല്ലോ. ഇന്ദിരാഗാന്ധി സമ്മതിച്ചില്ല. അപ്പോ ഒരു ഇസ്ലാമിക രാജ്യത്തിനും അണുബോംബ് ഉണ്ടാകരുതെന്നൊരു നിർബന്ധം ഇസ്രയേലിനുള്ളത് കൊണ്ടാണ്. കാരണം ഇസ്ലാമിക രാജ്യത്തിന് അണുബോംബ് കിട്ടിയത് ഭീകരവാദികളുടെ കയ്യിൽ ചെന്ന് ചേരും. ഇസ്രയേൽ അന്നേ ഭയപ്പെട്ടു. അത് എന്നുള്ള ഭയമാണ്. അതുകൊണ്ടാണ് ഈ ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നത്. അങ്ങനെ അന്ന് സമ്മതിക്കാതിരുന്നുകൊണ്ടാണ്. പക്ഷെ 1971 യുദ്ധകാലത്ത് അന്ന് നയതന്ത്ര ബന്ധം ഇല്ല ഇസ്രയേലുമായിട്ട്. എന്നിട്ടും ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായിരുന്ന വനിതാ പ്രധാനമന്ത്രി ഗോൾഡ മേയർ ആയുധങ്ങൾ ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തു. അപ്പോ എല്ലാ കാലത്തും ഇത്തരം ഘട്ടങ്ങളിൽ നമുക്കറിയാലോ ഓപ്പറേഷൻ സിന്ദൂർ. സാർ, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അന്ന് നമുക്ക് ഈ പറയുന്ന GPS പോലെയുള്ള സാങ്കേതിക സഹായങ്ങൾ അമേരിക്ക നിഷേധിച്ചപ്പോൾ അന്നും ഇസ്രയേൽ അല്ലേ സഹായിച്ചത്? അപ്പോൾ നമ്മൾ ഇസ്രയേലുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു നന്ദി പ്രകടനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ? അതിൻ്റെ അകത്ത് ഈ 1971 ഇസ്രയേൽ നമ്മളെ സഹായിച്ചെങ്കിലും ഈ വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നത് മുതൽ മാത്രമാണ്. കാരണം യാസർ അറഫാത്തിന്റെ കൂടെ നടന്നിരുന്ന ആളാണ് ഇന്ദിരാഗാന്ധി എന്ന് ഓർക്കണം. പലസ്തീന്റെ കൂടെ മാത്രമാണ്. കാരണം ഇവിടുത്തെ മുസ്ലിം പ്രീണനം അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ ജൂതന്മാരെ അംഗീകരിക്കുക എന്നുള്ളൊരു സംഗതി വാജ്പേയിയുടെ കാലം തൊട്ട് മാത്രമാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇസ്രയേലിൽ പോയത് തന്നെ ഈ ജസ്വന്ത് സിംഗ് വിദേശകാര്യമന്ത്രി ആയിരുന്നില്ലേ ആ BJP സർക്കാരിന്റെ, ആ കാലത്ത് ജസ്വന്ത് സിംഗിന്റെ സംഘത്തിൽ പെട്ടിട്ടാണ് ഞാൻ ഇസ്രയേലിൽ പോകുന്നത്. അപ്പോ ഈ ലോകയുദ്ധകാലത്ത് മറ്റേ 1200ഓളം ഇന്ത്യൻ ഭടന്മാര് ഇസ്രയേലില് ഹൈഫയില് കൊല്ലപ്പെട്ട കാര്യവും പ്രസംഗത്തില് മറ്റേ മോദി പറഞ്ഞു. മോദി അവിടെ പോകുന്നുണ്ട്, ഞാനും അവിടെ പോയിരുന്നു. അവർക്ക് ഹൈഫയിൽ ഒരു സ്മാരകമുണ്ട് ഇന്ത്യൻ ഭടന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് സത്യത്തില് ഈ ദീർഘകാലത്തെ ബന്ധത്തിന്റെ പ്രാചീന നാഗരികതയുടെ കൂടി ഒരു കൊണ്ടാടൽ ആഘോഷം ആണ് നമ്മൾ ഇസ്രയേലിൽ കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.